ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ സീമ. ഇന്ന് രണ്ട് എയർലൈൻസിൻ്റെ എയർ ഹോസ്റ്റസുമാരെ ആണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. സുന്ദരികളായ എയർ ഹോസ്റ്റസുമാരെ. ഇത് മലേഷ്യൻ എയർലൈൻസിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. മലേഷ്യയിൽ നമുക്ക് കാണാനുള്ള മനോഹരമായ സ്ഥലങ്ങളും അവരുടെ പൈതൃകവുമാണ് ഈ വീഡിയോയിൽ, ആദ്യത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. രണ്ട് സെക്ഷനായിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഒരുപാട് മനോഹരമായ സ്ഥലങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് മലേഷ്യയിൽ കാണാനുണ്ട്. നല്ല മനോഹരമായ നാടാണ് മലേഷ്യ. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. അവിടുത്തെ ഓരോ വ്യൂസും നമ്മളെ വല്ലാതെ ആകർഷിക്കുന്നതാണ്. മനോഹരമായ സ്ഥലങ്ങളും മനോഹരമായ കാഴ്ചകളുമാണ് അവിടെയുള്ളത്. ഇനി നമുക്ക് മലേഷ്യൻ എയർലൈൻസിലെ എയർ ഹോസ്റ്റസുമാരെ പരിചയപ്പെടാം. ഇത് സുന്ദരികളായ എയർ ഹോസ്റ്റസുമാരാണ് മലേഷ്യൻ എയർലൈൻസിലുള്ളത്. അവർ നമ്മളോടൊപ്പം തന്നെ ഫ്ലൈറ്റിൽ കയറാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അവരെ കയറ്റിയതിന് ശേഷമാണ് പാസഞ്ചേഴ്സിനെ കയറ്റുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് സ്റ്റാഫുകൾ വന്ന് വെയിറ്റ് ചെയ്യുകയാണ്. എയർ ഹോസ്റ്റസുമാർ മാത്രമല്ല, കൂടെ മറ്റ് സ്റ്റാഫുകളും ഉണ്ട്. ആ ടൈം ആവാതെ അവരെ സ്റ്റാഫുകളെ അടക്കം ഫ്ലൈറ്റിലേക്ക് കയറ്റില്ല. അവരുടെ വസ്ത്രധാരണം അതാണ് നമ്മളെ വല്ലാതെ ആകർഷിക്കുന്നത്. ബോഡിയുടെ ഒരു ഭാഗം പോലും പുറത്ത് കാണിക്കാതെ നല്ല മനോഹരമായ വസ്ത്രധാരണം, ഒരു പ്രത്യേക രീതിയിലുള്ള യൂണിഫോമാണ് അവരിടുന്നത്. എല്ലാവരും ഒരേപോലത്തെ യൂണിഫോമാണ്. അതുപോലെ ഹെയർ സ്റ്റൈലാണെങ്കിലും അതെ, നല്ല മനോഹരമായി ഹെയർ സ്റ്റൈലും നല്ല സുന്ദരികളായ എയർ ഹോസ്റ്റസുമാരും. അതുപോലെ അവരുടെ സൗന്ദര്യം കാണുന്നത് പോലെ തന്നെയാണ് അവരുടെ നമ്മളോടുള്ള പെരുമാറ്റവും കെയറിങ്ങും. നന്നായി നമ്മളെ കെയർ ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഒരു മടിയും കൂടാതെ അവർ ചെയ്തു തരും. നമ്മൾ ഫ്ലൈറ്റിൽ കയറി നമ്മൾ തിരിച്ചിറങ്ങുന്നത് വരെ അവർ നമ്മളോടൊപ്പം തന്നെ ഉണ്ടാവും. എപ്പോഴും ഓടി നടന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കും. നമുക്ക് എന്തെങ്കിലും ചെയ്തു തന്നിട്ട് അവർ പോയി റെസ്റ്റ് എടുക്കില്ല. അവരെപ്പോഴും അവരുടെ ശ്രദ്ധ പാസഞ്ചേഴ്സിൻ്റെ അടുത്തായിരിക്കും. അവരെ കാണുന്നത് പോലെ തന്നെ മനോഹരമാണ് അവരുടെ പെരുമാറ്റവും അവരുടെ സംസാരവും എല്ലാം. വളരെ നമുക്ക് അടുത്തിടപഴകാൻ പറ്റിയ വളരെ നല്ലൊരു പക്വതയുള്ളൊരു പെരുമാറ്റം. ഇനി നമുക്ക് ശ്രീലങ്കൻ എയർലൈൻസിലേക്ക് പോവാം. ഇതിപ്പോൾ ശ്രീലങ്കൻ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റാണ്. അവരുടെ യൂണിഫോം തികച്ചും വ്യത്യസ്തമാണ്. കണ്ടല്ലോ, സാരിയും ബ്ലൗസും പോലെയാണ്. ഇത് സാരി അല്ല, സാരിയുടെ മോഡലിൽ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതാണ്. ബ്ലൗസ് നമ്മുടെ സാരി ബ്ലൗസ് പോലെയാണ്. അവർ രണ്ട് കളർ യൂണിഫോമാണ് അവർ ഉപയോഗിക്കുന്നത്. പിന്നെ അവർ ഈ മലേഷ്യൻ എയർലൈൻസിലെ എയർ ഹോസ്റ്റസ്മാരുടെ അത്ര തന്നെ ഒരു നല്ല പെരുമാറ്റം അല്ല ഇവരുടേത്. അതുപോലെ പിന്നെ അത്രയും കെയറിങ് നമ്മൾക്ക് ഇതിൽ കിട്ടുന്നില്ല. എന്നാലും കുഴപ്പമില്ല. നല്ല കുറച്ചുകൂടെ ഒരു പ്രായമുള്ള സ്ത്രീകളാണ് ഇതിലെ എയർ ഹോസ്റ്റസ്മാരായിട്ടുള്ളത് അധികവും. പിന്നെ എന്നാലും എനിക്ക് ഒന്നുകൂടി കംഫർട്ടായിട്ട് തോന്നിയത് മലേഷ്യൻ എയർലൈൻസിലെ എയർ ഹോസ്റ്റസ്മാരെയാണ്. ഇവരും കുഴപ്പമില്ല, നമ്മൾക്ക് നല്ല കെയറിംഗ് ഒക്കെ തരുന്നുണ്ട്. ഇനി ഈ എമർജൻസി വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നുള്ളതാണ് അവർ കാട്ടിത്തരുന്നത്. ആദ്യം അവർ ജാക്കറ്റ് ഇട്ടു, ഇനി അത് ബെൽറ്റ് കെട്ടണം. അങ്ങനെ പിന്നെ എയർ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, എമർജൻസി ഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെയാണ് അവർ കാണിച്ചു തരുന്നത്. പിന്നെ ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ സീറ്റ് ബെൽറ്റ് ഇടുന്നതും ആ ബെൽറ്റ് ടൈറ്റ് ആക്കേണ്ടതും ഇതൊക്കെയാണ് അവർ നമുക്ക് നിർദ്ദേശങ്ങൾ തരുന്നത്.
നമുക്ക് എന്തെങ്കിലും എമർജൻസി ആവശ്യം വന്ന എയർ കിട്ടാതെയോ അങ്ങനെ വല്ല ശ്വാസം കിട്ടാതെയുള്ള ബുദ്ധിമുട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനുള്ള സൗകര്യങ്ങളൊക്കെ അതിനകത്ത് തന്നെയുണ്ട്. പെട്ടെന്ന് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ അവർ നമുക്ക് നിർദ്ദേശങ്ങൾ തരുന്നുണ്ട്. അത് എല്ലാ എയർലൈൻസിലും ഉണ്ട്, ഇവർക്ക് മാത്രമല്ല, എല്ലാ എയർലൈൻസിലും അത് തരുന്നുണ്ട്. അവർ നമ്മളെ കാട്ടിത്തരികയാണ് ചെയ്യുന്നത്. കണ്ടല്ലോ, ഇതാണ് എയർ ഹോസ്റ്റസ്മാർ ഇതില്. ഇനി അവരുടെ ഫുഡാണ്. ഫ്ലൈറ്റിൽ നമുക്ക് സ്നാക്സും വെള്ളവും കിട്ടും. അത് ഒരു ബോട്ടിൽ വെള്ളം വേണമെങ്കിൽ വീണ്ടും കിട്ടും. സ്നാക്സ് ഇത് മാത്രമേ കിട്ടുള്ളൂ. ഇതാണ് അവരുടെ ഫുഡ്. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബായ്, താങ്ക് യു.